നിങ്ങൾക്കൊരിക്കലെങ്കിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? വർഷങ്ങളായി കേൾക്കാത്തൊരു പാട്ട് പെട്ടെന്ന് എവിടെയോ കേൾക്കുന്നു. അടുത്ത സെക്കൻഡിൽ നിങ്ങൾ ആ പാട്ട് കേൾക്കുന്നത് നിർത്തില്ല. കാരണം നിങ്ങൾ ആ പാട്ടല്ല കേട്ടത്, നിങ്ങൾ ഒരാളെ ഓർക്കുകയായിരുന്നു. ഒരു മുഖം, ഒരു ചിരി, ഒരു ബസ് യാത്ര, ഒരു സ്കൂൾ ക്ലാസ് റൂം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലില്ലാത്തൊരാൾ. അപ്പോൾ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടൊരു പാട്ടിന് മനുഷ്യരെ ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും? ഇത് മാജിക്കല്ല, ഇത് നിങ്ങൾ തലച്ചോർ ചെയ്യുന്നൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വലിയ ഇമോഷണൽ മൊമെൻറ്റ്സ്, ആദ്യ പ്രണയം, ആദ്യത്തെ ബ്രേക്കപ്പ്, വലിയ സന്തോഷങ്ങൾ, വേദനകൾ, ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ ഒരു ക്യാമറ പോലെ മാത്രമല്ല ജോലി ചെയ്യുന്നത്. അതൊരു സിനിമ ഡയറക്ടറെ പോലെയാണ്. ആ സമയത്ത് നിങ്ങൾ കേട്ട പാട്ടുകൾ, ആ സ്ഥലത്തെ മണം, ആ കാലാവസ്ഥ, കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാം ഒരുമിച്ച് ഒരു മെമ്മറി പാക്കേജാക്കി ബ്രെയിൻ സേവ് ചെയ്യും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതേ പാട്ട് വീണ്ടും കേൾക്കുമ്പോൾ ബ്രെയിൻ ചിന്തിക്കും, ഓ, ഈ ഫയൽ എനിക്കറിയാം. അതിനുശേഷം സംഭവിക്കുന്നത് അതിശയമാണ്. നിങ്ങൾ പാട്ടല്ല ഓർക്കുന്നത്, നിങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന നിങ്ങളുടെ ആ പഴയ ഭാവത്തെയാണ് ഓർക്കുന്നത്. അതുകൊണ്ടാണ് ചില പാട്ടുകൾ സന്തോഷം തരുന്നത്, ചിലത് വിശദീകരിക്കാൻ പറ്റാത്ത വേദന നൽകുന്നത്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഒരാളെയല്ല, ഒരു കാലഘട്ടത്തെ തന്നെയാണ് മിസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് വർഷങ്ങളായി ചിന്തിച്ചിട്ട് പോലും ഉണ്ടായില്ല. പക്ഷെ ഒരു പാട്ട് വെറും 10 സെക്കൻഡ് കൊണ്ട് ആ ഓർമ്മകളെല്ലാം തിരികെ കൊണ്ടുവരും. സൈക്കോളജി ഇതിനെ വിളിക്കുന്നത് മ്യൂസിക് എവോക്ഡ് ഓട്ടോബയോഗ്രാഫിക്കൽ മെമ്മറി എന്നാണ്. സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാൽ പാട്ടുകൾ നമ്മുടെ മനസ്സിൻ്റെ ടൈം മെഷീനാണ്. അപ്പോൾ അടുത്ത തവണ ഒരു പാട്ട് കേട്ട് നിങ്ങൾക്ക് ഒരാളെ ഓർമ്മ വന്നാൽ ഓർക്കുക, നിങ്ങളൊരു വ്യക്തിയെയല്ല, ആ സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ ആ പഴയ രൂപത്തെയാകാം തിരിയുന്നത്. കാരണം ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകും, പക്ഷേ അവരോടൊപ്പം കേട്ട പാട്ടുകൾ ഒരിക്കലും നമ്മെ വിട്ടുപോകില്ല.